ഇപ്പൊ നിങ്ങൾ ഈ തർക്കിക്കുന്ന എന്തിനു വേണ്ടിയിട്ട്? ഇന്ത്യ രാജ്യം ആര് ഭരിക്കുന്നതാണ് ചർച്ച. ഇതില് നിങ്ങൾ എത്ര ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അത് നരേന്ദ്രമോദി ആയിരിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി. അതിന് ഒരു വിട്ടുവീഴ്ചയില്ല. ചോദ്യമുണ്ടോ? അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും മറു ചോദ്യം എന്നോടുണ്ടോ? രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ധൈര്യം ഉണ്ടോ? ഒരു സംശയം വേണ്ട. ബിജെപിക്ക് കേവല ഭൂരിപക്ഷം കിട്ടില്ല. പറഞ്ഞ കാര്യത്തിന് മറുപടി പറയാം. ഈ രാജ്യത്ത് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് കേവല ഭൂരിപക്ഷം കിട്ടില്ല. ഒരു സംശയം കർണാടക, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഡൽഹി, ഹരിയാന തുടങ്ങി അങ്ങോട്ട് ബംഗാൾ ഉൾപ്പെടെ എല്ലായിടത്തും ഇന്ത്യ മുന്നണി ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. നിങ്ങളുടെ അധികാരത്തിൽ വരില്ല. ഒന്ന്. മറ്റൊന്ന് കോൺഗ്രസിന്റെ ദേശീയ ഗാനം പാടിയപ്പോ നാളെ ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ വരികയാണ്. ഈ 9-ാം തീയതി സുപ്രീം കോടതിയിൽ സുപ്രീം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നൽകിയ ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് അഫിഡവിറ്റ് നൽകാൻ കൊടുത്ത സമയം അവസാനിപ്പിച്ച് നാളെ ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ മറുപടി കൊടുത്ത് വാദത്തിന് വരികയാണ്. കേസിന്റെ പേര് അഫ്സലിന് അറിയോ? IUML വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നാണ്. ഡിവൈഎഫ്ഐന്റേതുണ്ട്, കേരള ഗവൺമെന്റിന്റേതുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, എല്ലാവരുടേതുണ്ട്. ഡിവൈഎഫ്ഐക്ക് വേണ്ടിയും കേരള ഗവൺമെന്റിന് വേണ്ടിയും സുപ്രീം കോടതിയിൽ ഹാജരായ വക്കീലിന്റെ പേര് പറയാൻ സാധിക്കോ? ഞങ്ങൾ വക്കീലിന്റെ പേര് കപിൽ സിബൽ എന്നാണ്, ഇന്ദിര ജയ്സിംഗ് എന്നാണ്, അഡ്വക്കേറ്റ് ഹാരിസ് പീരാൻ എന്നാണ്. ഹർജി കൊടുത്തിട്ട് വീട്ടിൽ പോയിരിക്കുന്ന ഡിവൈഎഫ്ഐയെ പോലെയല്ല, ഹർജി കൊടുത്തിട്ട് ഇവിടെ വന്ന് പ്രസംഗിക്കുന്ന പിണറായി വിജയനെ പോലെയല്ല. ഞങ്ങൾ ലീഗൽ ഫൈറ്റ് ആണ് നടത്തുന്നത്. ലീഗൽ ഫൈറ്റ് ആണ്. ആ ഫൈറ്റ് ആണ് ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ നടക്കുന്നത്. മല്ലികാർജുൻ ഖാർഗെ ഇതുവരെ നേരം ഇവിടെ അഷ്റഫ് അലി മനോഹരമായി മറുപടി പറയുന്നുണ്ട്. എന്താ നിങ്ങളുടെ പ്രശ്നം? ആ മറുപടി പോരെ, ഇരിക്കവിടെ. ശരി, അടുത്ത ചോദ്യം. ലീഗ് രൂപീകരിക്കപ്പെടുന്ന സമയത്ത് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് ചത്ത കുതിര എന്നാണ്. പിന്നീട് കാലം കഴിഞ്ഞ് പോയപ്പോൾ നിയമസഭയിൽ സ്പീക്കർ ആവാൻ വേണ്ടി CH-നോട് തൊപ്പി എടുത്തിട്ട് ട്രൗസറിന്റെ കേസിടാൻ പറഞ്ഞപ്പോൾ അതിട്ടു. ഇപ്പം വയനാട് ചെന്നപ്പോൾ അവിടെ കൊടി എടുത്തിട്ട് അതും ട്രൗസറിന്റെ കേസിലിട്ടു. ഇനി ഒരു കാലത്ത് ഇതുപോലെ BJP മറ്റുള്ള ആളുകളൊക്കെ കൂടെ കൂടിയിട്ട് വല്ല ആരോപണം ഉന്നയിച്ചാൽ IUML എന്നുള്ള എം എന്ന അക്ഷരം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മുസ്ലിം എന്നാണ്. ആ മുസ്ലിം എന്ന ആ പാർട്ടി കൂടി അതിന് ഒഴിവാക്കുകയോ ഇല്ല എന്നുള്ളതാണ് ചോദിച്ചത്. ഇന്ത്യയിൽ വിവിധങ്ങളായിട്ടുള്ള ജനവിഭാഗങ്ങളുടെ സ്വത്വം സംരക്ഷിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങൾ. ഞങ്ങളുടെ ഐഡന്റിറ്റി നിലനിർത്തി ശക്തമായി ഈ രാജ്യത്ത് മുന്നോട്ട് പോകും. ഒരു സംശയം ആർക്കും അക്കാര്യത്തിൽ വേണം. പക്ഷേ സ്വന്തം കൊടി നടത്താൻ വേണ്ടി കഴിയില്ല. സ്വന്തം കൊടി നടത്താൻ വേണ്ടി കഴിയില്ല. ഞങ്ങളുടെ മുന്നണിയുടെ ചില തീരുമാനങ്ങൾ ഞങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി എന്ന വ്യക്തിക്കും അദ്ദേഹത്തിന്റെ പേരിനും അദ്ദേഹത്തിന്റെ ചിഹ്നത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് വയനാട് പാർലമെന്റ് മണ്ഡലം UDF നടപ്പിലാക്കി. ഇനി ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ആനി രാജയുടെ നോമിനേഷൻ ഉണ്ടായിരുന്നു. അവിടെ നിങ്ങൾ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിന്റെ കൊടി കണ്ടോ? ആനി രാജയുടെ നോമിനേഷനിൽ നിങ്ങൾ ജനതാദളിന്റെ കൊടി കണ്ടോ? ആനി രാജയുടെ നോമിനേഷനിൽ NCPയുടെ കൊടി കണ്ടോ? ഇതൊക്കെ ബാലിശമായ ചോദ്യങ്ങളാണ്. മുസ്ലിം ലീഗിനോട് ഇത്രമാത്രം വിരോധം CPM രാഷ്ട്രീയപരമായി പുലർത്തുന്നെങ്കിൽ എന്തിനാണ് മുസ്ലിം ലീഗിന് 6 സീറ്റ് വരെ കൊടുക്കാനുള്ള ശക്തി ഉണ്ട് ഇവിടെ കേരളത്തിലെന്ന് EP ജയരാജൻ എന്താ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? അതൊരു യാഥാർത്ഥ്യമല്ലേ രവി സാഹിബ്? BJP-ക്കാരെ വേണ്ടി ഒച്ചപ്പാടുണ്ടാക്കുന്നത് കഥാ മനസ്സിലാകത്ത്. ഹൈദരാലി തങ്ങളെ ഖബറിനെ പറ്റി പറഞ്ഞപ്പോ കൈയടിച്ചു. BJP-ക്കാരുടെ ചോദ്യത്തിന് നിങ്ങൾ BJP-ക്കാർ നോക്കൂട്ട. ലീഗിന്റെ അജണ്ട എന്താ? ഹൈദരാലി തങ്ങളെ പറ്റി പറഞ്ഞപ്പോ കൈയടിച്ചു. BJP-ക്കാരുടെ ചോദ്യത്തിന് മറുപടി പറയുമ്പോ കച്ചറ ഉണ്ടാക്കുന്നു. ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് സുഹൃത്തെ, ശരി, ഈ ലീഗുകാർ കച്ചറ ഉണ്ടാക്കല്ലേ? ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. EP ജയരാജന്റെ സ്റ്റേറ്റ്മെന്റ്, EP ജയരാജന്റെ സ്റ്റേറ്റ്മെന്റിന് മറുപടി. ശരി.